ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. വികർണൻ അശോക് രചനയും സംവിധാനവും ചെയ്ത് കവിൻ ആൻഡ് ആൻഡ്രിയ ജെറമിയ ചേർന്ന് അഭിനയിക്കുന്ന ഒരു ഇന്ത്യൻ തമിഴ് ഭാഷാ ചിത്രമാണ് മാസ്ക്. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. ഇതിന്റെ സ്റ്റണ്ട് നിർവഹിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിന്റെ ഡയറക്ഷൻ ടീമിന് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് വെട്രിമാരന്റെ ഡയറക്ഷൻ ടീമും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ആൻഡ് അതിന്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വാ ഗൈസ്, അപ്പോൾ നമുക്ക് സമയം കളയാതെ ട്രെയിലർ കാണാം. വാ. ஒருத்தருக்கா கொடுத்தான், இல்லை ஊருக்காக கொடுத்தான். காசால சந்தோஷத்தை வாங்க முடியாதுன்னு யார் சொன்னது? ஏழையை ஏழையாவே வச்சுக்கிறதுக்காக பணக்கார சொன்னது. ஆனா இங்க ஏழையை விட ஏழை ஒருத்தர் இருக்கிறான். അത് കറക്റ്റാണ്. ഈ പൈസ ഉള്ളവരാണ് പറയുന്നത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പൈസ ഇല്ലാതെ ജീവിക്കുന്നവരാണ് നല്ലത്, അല്ലെങ്കിൽ പൈസ ഇല്ലാതെ ജീവിക്കുന്നതാണ് സുഖമെന്ന്. അത് അയാൾക്ക് പൈസ ഇല്ലാതാവുമ്പോൾ മനസ്സിലാവും പൈസ വേണോ ഇല്ലയോ എന്നുള്ളത്. മിഡിൽ ക്ലാസ്. ஏழைக்கு கோவம் வந்தா அடிப்பான், பணக்காரனுக்கு கோவம் வந்தா ஆண்ட்ரியா. உன் மூளை இப்போ ஷாக்ல இருக்கு. ரத்தம் வருது பார்த்த உடனே உனக்கு வலி தெரிய ஆரம்பிக்கும். பணக்காரனுக்கு கோவம் வந்தா ஏழையை வச்சு அடிப்பான். அவங்களுக்கெல்லாம் சட்டம் இல்லையா சார்? அவங்களுக்கெல்லாம் சட்டம். ഗൈസ്, ഇതില് സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആൻഡ്രിയ ജെറമിയയും കൂടെയാണ്. ആൻഡ് ഈ സിനിമയിൽ ആൻഡ്രിയ ജെറമിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ എന്ന ഒരു പ്രത്യേകതയുണ്ട്. ആൻഡ് SP ചൊക്കലിംഗവും കൂടെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. இல்ல சார், உங்களுக்கு தான் இருக்கு. ஆனா மிடில் கிளாஸ்க்கு கோவம் வந்தா മെന്റിയുടെ പേര് വെട്രിമാരൻ. ഞാൻ പറഞ്ഞില്ലേ, വെട്രിമാരന്റെ ഒരു അഡ്വൈസ് അതില്. அலெக்சா play a GV பிரகாஷ் song. ரத்தி ஐயோ, பொம்பளைய பார்த்துட்டானா റുഹാനി ശർമ്മയാണ് കേട്ടോ. உனக்கு என்ன வேணும்? எனக்கு எல்லாமே வேணும். வாங்க சாப்பிட்டுக்கிட்டே யாரை பத்தியாவது தப்பா பேசலாம். എല്ലാം ഉണ്ട്. என் மகன் செல்ல மகன் பையா. ഗൈസ്, എനിക്ക് തുടക്കം കണ്ടിട്ട് തോന്നുന്നത് മിഡിൽ ക്ലാസ് പയ്യൻ, കാശില്ല, കാശ് കിട്ടാൻ വേണ്ടി എങ്ങ് പോകുന്നു, അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെന്നാണ് തോന്നുന്നത്. உங்ககிட்ட இப்படிலாம் பேசுறது വയലൻസ് ഉണ്ട് കേട്ടോ. ஆனா இவ்வளவு கிட்டக்க வந்து பேசுறதுக்கும் ஜாலியா இருக்கு. ആൻഡ്രിയ ഫ്ലേട്ട് ചെയ്യാണ്. நான் கிட்ட வந்தா எவ்வளோ ஜாலியாக இருக்குன்னு பார்த்தல. இன்னும் வரவா? அந்த ആൻഡ്രിയ കൂടി ഈ പ്രകാശ് മാസ്ക്. காண்டம்ஸ் இருக்கா மோகன்? எனி டைம் எனிவேர் ஐ வில் டெலிவர். ഗായ്സ്, അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ മാസ്ക് അത് തന്നെയാണ് കോർ തീം. അതായത് മാസ്ക് ഇട്ട് കൊള്ളയടിക്കാൻ പോകുന്നു, കാശ് എടുത്തുകൊണ്ട് വരുന്നു, അങ്ങനെ തന്നെ ആയിരിക്കണം സിനിമ കണ്ട്, അങ്ങനെ ആയിരിക്കും. അതിൽ ഒരു വില്ലത്തിയായിട്ട് വരുന്നത് ആൻഡ്രിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഈ റുഹാനി ശർമ്മയാണ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. എനിക്ക് വലിയ ഗ്രിപ്പി ആയിട്ടൊന്നും തോന്നിയില്ല, ഒരു നോർമൽ ട്രെയിലറാണ്. സിനിമ വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വെട്രിമാരനും മെന്ററും കൂടെ ആയതുകൊണ്ട് വയലൻസ് കുറച്ചുണ്ട്, രക്തവും വെട്ടും ഒക്കെ. അത് ഈ സിനിമയിലും കാണാനുണ്ട്. അത് വെട്രിമാരൻ്റെ എന്താ പാർട്ട് ഓഫ് ദ മൂവിയാണ്. അപ്പോൾ അത് ഇതിലും ഉണ്ട്. ആൻഡ് ട്രെയിലർ വലിയ കുമ്പൊന്നുമില്ല കേസ്, ഒരു നോർമൽ ആവറേജ് ട്രെയിലറാണ്. ആൻഡ് സിനിമ വരട്ടെ. November 21 റിലീസ് ചെയ്യുന്നത്. സോ നവംബറിന് ഒരുപാട് റിലീസുകളുണ്ട്, തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. കാണാം, എല്ലാ പടങ്ങളും വരട്ടെ.